ദൈവം അറിഞ്ഞ് നമുക്ക് എന്തൊക്കെയോ തരുന്നു, എന്തൊക്കെയോ ചെയ്തു വയ്ക്കുന്നു. അപ്പം ഞാൻ ചെയ്തതായിട്ടല്ല എനിക്ക് തോന്നണത്. കാരണം ഒരുപാട് ശില്പങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. ആ ശില്പങ്ങളുടെ രൂപം മനസ്സിലേക്ക് വന്നിട്ട് മനസ്സിൽ നിന്ന് കയ്യിലേക്ക് വന്ന് ആ ശില്പം കറക്റ്റായിട്ട് വന്നതിന് ശേഷം വേണം അതിനനുസരിച്ചുള്ള വരികൾ ഉണ്ടാക്കി അത് ട്യൂൺ ചെയ്ത് സംഗീതം ചെയ്ത് പുറത്തേക്ക് വരുമ്പോൾ മനസ്സിനൊരു സന്തോഷം. പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള നയന മനോഹരങ്ങളായ ശില്പങ്ങൾ നിർമ്മിക്കുകയും അതിനായിട്ട് ആ ശില്പങ്ങൾക്കനുസരിച്ച് ഗാനങ്ങൾ രചിക്കുകയും ഗാനങ്ങൾക്കനുസരിച്ച് മ്യൂസിക് ക്രിയേറ്റ് ചെയ്യുകയും അങ്ങനെ അപൂർവമായിട്ടുള്ള ഒരു കലാകാരനെ പരിചയപ്പെടുവാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കാം. ഉണ്ണിയേട്ടാ, എന്താണ് വിശേഷങ്ങളൊക്കെ? എന്താണ് എന്നിട്ട് കാര്യങ്ങളൊക്കെ? ഞാൻ കുറെ കാലമായിട്ട് ഇങ്ങോട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്നതാണ്. പക്ഷെ എന്താണ് ഇപ്പോഴാണ് അത് സാധിച്ചത്. എന്തായാലും ഈ മൈക്കോടെ ഇരിക്കട്ടെ അല്ലെ? ആയിക്കോട്ടെ. അപ്പോ എന്തൊക്കെയാണ് എന്നിട്ട് വിശേഷങ്ങള്? ഞാൻ വെറുതെ ഇരിക്കുമ്പോ പാട്ടുകൾ എഴുതിക്കൊണ്ടിരിക്കണു. അതിന് സംഗീതം ചെയ്യും. ഇപ്പൊ ഞാൻ അഷ്ടമിരോഹിണിയുടെ ഒരു പുതിയൊരു പാട്ട് എഴുതാനുള്ള പരിപാടി എഴുതിക്കൊണ്ട് മനസ്സിലിരിക്കണം. അത് കുസൃതി കണ്ണന്റെ പിറന്നാള്, കുറുമ്പുള്ള കണ്ണന്റെ പിറന്നാള്, ശ്രീകൃഷ്ണ ജയന്തി ആരംഭം അങ്ങനെ ഒരു വരികൾ ഇങ്ങനെ മനസ്സിൽ വന്നുണ്ട്, എഴുതിക്കൊണ്ടിരിക്കുന്നു. ഒരുപാട് മറ്റേ കവിതകൾ എഴുതിയിട്ടുണ്ട്. കവിതകളുണ്ട്, ശില്പങ്ങൾ ഉണ്ടാക്കും. അതിനുശേഷം ആ ശില്പങ്ങൾക്കനുസരിച്ച് ഗാനങ്ങൾ എഴുതും. ഗാനങ്ങൾ എഴുതി കഴിഞ്ഞതിന് ശേഷം കീബോർഡ് വെച്ചിട്ട് സംഗീതം ചെയ്യും. സംഗീതം ചെയ്തതിന് ശേഷം അത് പുതുതായിട്ട് അവതരിപ്പിക്കും. ഇതാണ് പരിപാടി. അപൂർവ കലാകാരൻ തന്നെയാണ്. ഈ ഒരു മറ്റേ മേഖലയിലേക്ക് ഈ ഒരു കല എന്ന് പറയുന്നത് നമ്മൾക്ക് ആഗ്രഹിച്ചാൽ പോലും ചിലപ്പോൾ എല്ലാവർക്കും നടക്കണമെന്നില്ല. അതൊരു ചെറുപ്പം മുതലേ വാസനയായിരിക്കാം. എല്ലാന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അതിനോടുള്ള അത്യാർത്തി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക് ഈ കലയും ഇത് മൂന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു കഴിവാണല്ലോ, അതെല്ലാം കൂടിയിട്ട് എങ്ങനെയാണ് അത് ഉണ്ണിയേട്ടനത് കൈകാര്യം ചെയ്യുന്നത്? എങ്ങനെയെന്ന് ചോദിച്ചാൽ ഒരു ദൈവാധീനം എന്ന് പറയാൻ പറ്റുള്ളൂ. വിദ്യാഭ്യാസമോ വിവരമോ അല്ലെങ്കിൽ ഉന്നതമായിട്ടുള്ള വിദ്യാഭ്യാസം കൊണ്ടോ ഒന്നും നമുക്ക് കിട്ടുന്ന ഒരു സംഭവമല്ല അത്. ദൈവം അറിഞ്ഞ് നമുക്ക് എന്തൊക്കെയോ തരുന്നു, എന്തൊക്കെയോ ചെയ്തു വയ്ക്കുന്നു. അപ്പം ഞാൻ ചെയ്തതായിട്ടല്ല എനിക്ക് തോന്നണത്. കാരണം ഒരുപാട് ശില്പങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. ആ ശില്പങ്ങളുടെ രൂപം മനസ്സിലേക്ക് വന്നിട്ട് മനസ്സിൽ നിന്ന് കയ്യിലേക്ക് വന്ന് ആ ശില്പം കറക്റ്റായിട്ട് വന്നതിന് ശേഷം വേണം അതിനനുസരിച്ചുള്ള വരികൾ ഉണ്ടാക്കി അത് ട്യൂൺ ചെയ്ത് സംഗീതം ചെയ്ത് പുറത്തേക്ക് വരുമ്പോൾ മനസ്സിനൊരു സന്തോഷം. അത്രേ ഉള്ളൂ. എന്തായാലും നമുക്ക് ആ ശില്പങ്ങളൊക്കെ ഒന്ന് കാണാം. ഇതാണ് പുസ്തകങ്ങൾ അല്ലേ? ശില്പഗീതങ്ങൾ, ഉണ്ണികൃഷ്ണൻ ചൊവ്വര. അതെ, ഒരു 60 പാട്ടോളം എഴുതിയിട്ടുണ്ട്. 60 പാട്ടോളം എഴുതിയിട്ടുണ്ട്. അതെല്ലാം സംഗീതം ചെയ്യുന്നുണ്ട്, എല്ലാം കാണാപ്പാടമാണ്. അപ്പോ ശില്പ നിർമ്മാണം, ഗാനരചന, സംഗീതം എല്ലാം കൂടി അല്ലേ? അപ്പൊ നമ്മൾക്ക് അതൊന്ന് കണ്ടാലോ? അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ശില്പങ്ങൾ. ഇത് ചകിരി കൊണ്ടുള്ള ഗണപതിയാണ്. ചകിരി കൊണ്ടുള്ള ഗണപതിയാണ്. ശരിക്കത് ചകിരിയാണെന്ന് നമ്മൾക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല. വെയിറ്റ്ലെസ് ആണ് സാധനം. പ്യുവർ ചകിരി ഇട്ട് കണ്ട ഇതിന്റെ അടിഭാഗമൊക്കെ കറക്റ്റായിട്ട് ചകിരി ഇല്ലേ? 20 വർഷം പഴക്കമുണ്ട്. 20 വർഷം പഴക്കമുണ്ട് അല്ലേ? 20 വർഷത്തിന്റെ മനോഹരം, അടിപൊളി. ഉണ്ടാക്കുമ്പോ തന്നെ പാട്ട് എഴുതും. ഉണ്ടാക്കുമ്പോ തന്നെ വരികൾ എഴുതി പോക്കറ്റിലിട്ട് നമ്മള് ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഒരു സംഭവമുള്ള കാര്യം നമ്മള് അത്ഭുതപ്പെട്ടു. എന്തായാലും അപ്പൊ ഇതൊക്കെ ഒറിജിനൽ സാധനമാണ്. കീബോർഡ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇതിന്റെ പാട്ട് കൈലാസനാഥന്റെ കണ്ണിലുണ്ണി ഗണപതിക്ക് നാളികേരം ഉടച്ചു ഞങ്ങൾ നമിക്കുന്ന നിന്നുണ്ട്. വിഘ്നങ്ങളെ കെട്ടുക വിഘ്നേശ്വര സിദ്ധി വിനായക ഗണനായക. ഇതാണ് വരികൾ. അത് നമ്മുടെ വരികൾ ട്യൂൺ ചെയ്ത് ഓക്കെ ആക്കി ഞങ്ങൾ പ്രോഗ്രാമായിട്ട് ചെയ്യാറുണ്ട്. അപ്പോ ഗണപതി ഇത് തെർമോക്കോൾ കൊണ്ടുള്ള ഗണപതിയാണ്. ഈ ഗണപതി തെർമോക്കോളിന്റെ ഗണപതിയാണ്. ഇത് കറക്റ്റ് ഒരു തെർമോക്കോൾ, വെയിറ്റ് ഒന്നുമില്ല, വേറെ ഒന്നും ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. ഇത് സീക്വൻസ് ഒക്കെ മേടിച്ചിട്ട് പൊട്ടിച്ച് എവിടെയെങ്കിലൊക്കെ നമുക്ക് തെർമോക്കോളിന്റെ പീസ് കിട്ടുകയാണെങ്കിൽ സൂപ്പർ ആക്കിയത് പരിപാടി.
ഇത് നാളികേരം തന്നെയാണ്. നാളികേരമാണ്. അത് ചകിരിയാണ്, പക്ഷെ ഇത് നാളികേരാണ്. ഇത് നാളികേരമാണ് അല്ലേ? ഉണക്കത്തേങ്ങ. ഉണക്കത്തേങ്ങ അതിൽ ജസ്റ്റ് ഇത് ഉണ്ട് അല്ലേ? കലക്കിയത് ഗണപതിയുടെ ശില്പം. ഇത് വന്നിട്ട് കാളിയമർദ്ദത്തിന്റെ ഒരു ശില്പമാണ്. കാളിയമർദ്ദം എന്താ മെറ്റീരിയൽ എന്ന് പറയാൻ പറ്റുമോ? ഇത് ശരിക്കും എന്താ മെറ്റീരിയൽ പോലും എന്താ ശരിക്കും വെയിറ്റേ ഇല്ല, കനമില്ല അത്. പക്ഷെ ഇത് എന്താന്ന് പറയാൻ ചിലപ്പോ കഴിയില്ല. അത് എന്താ സംഭവം? ഇത് ചകിരിയുടെ പീസ് കട്ട് ചെയ്ത് ഒട്ടിച്ച് ഇത് ഫുൾ ചകിരിയാണ് അല്ലെ? കാളിയ മർദ്ദനം. ഇതിന്റെ പാട്ട് എഴുതിയിട്ടുണ്ട്. കാളിയമർദ്ദനം ആടിയ പാദങ്ങൾ കാണാൻ കൊതിക്കുന്നു ഞങ്ങൾ. കാളിയമർദ്ദനമാടിയ പാദങ്ങൾ കാണാൻ കൊതിക്കുന്നു ഞങ്ങൾ. അടിപൊളി. അതങ്ങനെ. അടുത്തത് വന്നിട്ട് നമുക്ക് ഇത് 4 നാളികേരത്തിന്റെ 4 ഫുൾ 4 നാളികേരമാണ്. ഇത് 4 നാളികേരം കൊണ്ട് നിർമ്മിച്ചാണ് അല്ലേ? അയ്യപ്പൻ പുലിപ്പുറത്ത് ഇരിക്കുന്ന ഒരു ചിത്രം. ഇതിന്റെ 12 പാട്ടുകൾ. 12 പാട്ടുകൾ. അയ്യപ്പന്റെ തന്നെ 12 പാട്ടുകളുണ്ട്. പിന്നെ വന്നിട്ട് ഇത് ശബരിമല 18ാം പടിയോടുകൂടിയ ശബരിമല അയ്യപ്പന്റെ. അപ്പൊ അത് 18ാം പടി ഇവിടെ വെക്കാൻ സ്ഥലമില്ലാത്ത മാറ്റി വെച്ചെന്നുള്ളൂ അല്ലേ? അത് എരുമേലി മുതൽ സന്നിധാനം എത്തുന്നവരെയുള്ള ഒരു പാട്ടാണ്. മണികണ്ഠ സ്വാമിയെ കണ്ടു വണങ്ങുവാൻ, മാമലവാസനെ കണ്ടു മടങ്ങുവാൻ, മനസ്സിലൊരായിരം മകര ജ്യോതിയെ തെളിഞ്ഞു നിന്നു മണികണ്ഠ, നീ നിറഞ്ഞു നിന്നു മണികണ്ഠ. അടിപൊളി. അങ്ങനെയാണ് പോകും. സൂപ്പർ. സന്നിധാനത്തുന്നവരെ എത്തുമ്പോഴേക്കും ടോപ്പ് ഇതാവും. ടോപ്പിലേക്കുള്ള പാട്ട്. സന്നിധാനം കണ്ട് സായുജ്യമണിഞ്ഞു സ്വാമിയെ വിളിക്കാൻ. ഇപ്പൊ ഞാനല്ല പാടാറ്, വൈഫ് പാടും. അപ്പോ അങ്ങറ്റം ടോപ്പിലെത്തിയിട്ട് നന്നായിട്ടുള്ളൊരു പാട്ടാണ് അത്. ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അത് വെറുതെ ഇങ്ങനെ ചത്തി ഇങ്ങനെ വരുമ്പോ സംഭവം വീടുകളുടെ മോഡൽ ഉണ്ടാക്കും. ഏത് വീടാ ഉണ്ടാക്കണ്ടേ അതിന് മുമ്പായിട്ട് വീട് ഉണ്ടാക്കും. നമ്മളിപ്പോ നിൽക്കുന്ന വീട് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഇവിടെ ഇല്ല. അത് വേറെ പാട്ടി കൊണ്ടുപോയി അതിമനോഹരമായിട്ടുള്ള വീടുകളുടെ ശില്പങ്ങളും. ഇത് മോഡൽ ഉള്ളിൽ നോക്കിയാ വീട് ഉണ്ടാക്കുന്നതിനും ഉള്ളൊക്കെ അറിയാൻ പറ്റും. സ്ക്വയർ ഫീറ്റ് കണക്കാക്കി കറക്റ്റ് സ്ക്വയർ ഫീറ്റ് എല്ലാം കണക്കാക്കി ഒരു വീടിന്റെ എല്ലാ മുക്കും മൂലകളും അല്ലേ? എവിടെ ലൈറ്റ് വേണം, എവിടെ ബെഡ് ഇടണം, എവിടെ കട്ടിൽ ഇടണം, കാലങ്ങളൊക്കെ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാം. വീട് പണിയുന്നവർക്ക് ഏറ്റവും ഒരു ആർക്കെങ്കിലും ഇങ്ങനെ കൊടുക്കാറുണ്ടോ? പ്ലാൻ തന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ച് പിന്നെ അതിന്റെ പോരായ്മകൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്ന രീതിയിൽ കൂടെ പറഞ്ഞു കൊടുക്കും. ഇതെല്ലാം അങ്ങനെ പൊക്കി നോക്കാം. ഇതിന്റെ ഉള്ളിൽ മുഴുവൻ കാണാൻ പറ്റും. എന്താ അല്ലേ? അടിപൊളിയല്ലേ പരിപാടി? ഇത് ഉൾവശം മുഴുവൻ കാണാൻ പറ്റും. കലക്കി ശരിക്കൊരു വീടുണ്ടാക്കുന്ന ആൾക്കാർക്ക് വളരെ പ്രയോജനപ്പെടുന്നതാണ്. പിന്നെ ഇതാണ് അല്ലേ നമ്മുടെ ശ്രീകൃഷ്ണന്റെ. ഇത് കാളിയമർദ്ദനത്തിന്റെ വേറൊരു സംഭവമാണ്. ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വേരാണ്. തേക്കിന്റെ പേരാണ്. ഈ തേക്കിന്റെ പേരുന്ന ശ്രീകൃഷ്ണൻ ഇങ്ങനെ കിടന്ന് കളിച്ചോണ്ടിരിക്കും. ഒരു പോയിന്റില് പുള്ളിക്കാരൻ നിക്കണത് അല്ലേ? അത് വാലുമ വേണമെങ്കിൽ വാലുമ ഇരിക്കും. വാലില് നിർത്തി കഴിഞ്ഞാൽ അവിടെ നിൽക്കും. അങ്ങനെ നിൽക്കും. ഓ, പിന്നെ ഇങ്ങനെ കാറ്റിനനുസരിച്ചിട്ട് കാറ്റിനനുസരിച്ച്. അപ്പൊ ഞാൻ നേരത്തെ പാടിയ പാട്ട് കാളിയമർദ്ദനം ആടിയ ഉള്ളം കയ്യിൽ നിർത്തണത് കണ്ട. അടിപൊളി. അപ്പൊ അതിനുള്ള ഒരു സംഭവമാണത്. ഓ, എല്ലാം ഭംഗിയായിട്ടുണ്ട്. അത് ഇത് കുറച്ച് മയിലിനെ കിട്ടിയപ്പോ മയിലിനെ ഉണ്ടാക്കിയതാണ്. ഓ, മയിൽപീലിയൊക്കെ കിട്ടിയപ്പോ. ഇത് ചുമ്മാ വാർക്ക കമ്പിയുടെ ഇതും ആണിയാണ്. ഓ, ഇത് ആണികളാണ് അല്ലേ? ആണികളാണ്. ഓ, ഇത് മരത്തിന്റെ ഒരു പീസ് ബാക്കി ബാക്കിൽ വെച്ചാണ് ഒരു അടപ്പാണ്, ഒരു കുപ്പിയുടെ അടപ്പാണ്. ഓ, അതും ഭംഗിയായിട്ടുണ്ട്. ശരിക്കും ഒരു ഒറിജിനൽ മയില് പീലി വിടർത്തി നിൽക്കുന്നതിന്റെ അതേ ഒരു അല്ലേ? ഗംഭീരമായിട്ടുണ്ട് അത്. പിന്നെ ഈ കണിക്കൊന്ന ഒരു കണിക്കൊന്ന ഇവിടെ ഉണ്ട്, ഒരു കണിക്കൊന്ന ഇവിടെ ഉണ്ട്. കണ്ണനക്കണി കാണാൻ
എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ഈ എല്ലാവരും കണിക്കൊന്നന്റെ പാട്ട് എഴുതിയിട്ടുണ്ട് അല്ലേ ഇതിന്റെ? കണി കാണാൻ ആഗ്രഹിക്കുമ്പോ ഈ കൊന്നപ്പൂ എല്ലാവരും പറിച്ചിട്ട് പോകും. ആ ആ ആ. അപ്പൊ ഈ കൊന്നയ്ക്കൊരാഗ്രഹം, നമുക്കൊന്ന് കണി കാണണം, എന്താ മാർഗം? അങ്ങനെ ചിന്തിച്ച് എഴുതിയൊരു പാട്ടാണ്. കണ്ണനെ കണി കാണാൻ കണി കണ്ടുണരുവാൻ കണിക്കൊന്ന പൂക്കൾ ഒരുങ്ങി, കാർമേഘവർണ്ണനെ കണ്ടുണരാൻ കണ്ണു ചിമ്മി കൊന്ന പൂക്കൾ. മണമില്ല മഞ്ഞ നിറമെങ്കിലും മഞ്ഞ പട്ടിനോടൊപ്പം ഞാനില്ല കണ്ട, മണിവർണ്ണനെ കണി കണ്ടുണരാൻ മനസ്സിന്റെ മോഹമല്ലേ കണ്ണ. കലക്കി വരികൾ സൂപ്പർ. ഫുൾ ഫിനിഷ് ചെയ്ത സംഗീതത്തോടു കൂടിയ പാട്ടുകളുണ്ട് അല്ലേ? പിന്നെ ഇത് നമുക്ക് പെരിയാറിന്ന് കിട്ടിയ ഒരു പേരാണ്. അധ്വാനിക്കുന്ന ഒരു മനുഷ്യന്റെ ഒരു സിംബോളിക് സംഭവം ഉണ്ടാക്കി വെച്ചു എന്നുള്ളൂ. അധ്വാനിക്കുന്ന ഒരു സ്ത്രീയുടെ ഒരു ശരിക്കും ഒരു മരക്കഷ്ണത്തിൽ നിന്ന് ഉണ്ടാക്കിയതാണ്. വേറെന്തോ ആണ്. അപ്പൊ എന്തായാലും കിട്ടിക്കഴിഞ്ഞ് ഇപ്പൊ ഇങ്ങനെ ഒരു സംഭവം ആക്കിയെന്നുള്ളൂ. അപ്പൊ ഒരു കുഞ്ഞ് ഒക്കത്തിരിക്കുന്നുണ്ട്, ഇങ്ങനെ ആള് പ്രഗ്നന്റ് ആണ്, ഒരു സ്ത്രീയാണ്, ഒരു അമ്മയാണ്. എന്നിട്ടും അവര് ജോലി എടുക്കാൻ പോകും. എന്നിട്ടും അതായത് വയറ്റിൽ കുട്ടി വെച്ചിട്ടുണ്ട്, ഒരു കുഞ്ഞിനെ ഒക്കത്തിരുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കുടുംബഭാരം പേറി എന്താ പറയാ അധ്വാനത്തിന്റെ ഒരു ഇതാണ് അല്ലെ. ശരിക്കും ഇങ്ങനെയുള്ളതൊക്കെയാണ് ശരിക്കും നമ്മള് എന്താ അവാർഡുകൾ എന്നൊക്കെ പറയുന്നത്. ഇതുപോലെ ഓരോ സംഭവങ്ങളിൽ അത് കല പറയുന്നത് ഭയങ്കര അടിപൊളി ഉണ്ണിയേട്ടത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം ഒരു മനുഷ്യന്റെ വേദനിക്കുന്ന ഒരു മുഖമാണല്ലോ ഇതിൽ പകർത്തിയിരിക്കുന്നത്. ഇതെന്ന് പറയുന്നത് എൻഡോസൾഫാൻ ഒരു സംഭവമാണ്. എൻഡോസൾഫാൻ അല്ലേ? അതായത് പോയിസൺ. ഈ 2 കുട്ടികൾ ഇവിടെ ചത്ത് കിടക്കണ്ടല്ലോ. അതെ. 3 കുട്ടികളുണ്ടായിരുന്നു അവർക്ക്. 3 കുട്ടികളുണ്ടായിരുന്നു ഈ പക്ഷിക്ക്. അപ്പൊ നെൽക്കതിര് കൊണ്ട് കൊടുത്തു കഴിഞ്ഞപ്പോ അമ്മയ്ക്ക് അറിയില്ലായിരുന്നു ഇതിൽ പോയിസൺ അടിച്ചിട്ടുണ്ട്. അങ്ങനെ 2 കുട്ടികൾ താഴത്തേക്ക് ചത്തു വീണ് കഴിഞ്ഞപ്പോ നമ്മുടെ മനുഷ്യരോട് ഈ കിളി അവിടെ ഇരുന്ന് പറയാണ്, അല്ലയോ മനുഷ്യരെ, നിങ്ങളുടെ ഭക്ഷണം കഴിക്കുന്ന സാധനത്തിലെങ്കിലും നിങ്ങൾ പോയിസൺ ചേർക്കാതിരിക്കും. അത് നിങ്ങൾ പോയിസൺ അടിച്ച് വിളവ് കൂടി ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് നിങ്ങളുടെ മക്കൾ തന്നെ കഴിക്കുമ്പോൾ ഇതേ ഗതി വരും, മരണപ്പെട്ടു. മരണപ്പെടല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും വൈകല്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അരിയാണെങ്കിലും പാലാണെങ്കിലും നമ്മളെന്താ എല്ലാം നല്ലതെന്ന് വിചാരിച്ച ആപ്പിളാണെങ്കിലും എല്ലാം മേടിച്ച് കഴിക്കുന്നുണ്ട്. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ മറിഞ്ഞിരിക്കുന്ന മറ്റെന്തോ നമ്മുടെ ആയുസിനെ ബാധിക്കുന്നുണ്ട്. അപ്പൊ അത് ചെയ്യരുതെന്ന് നമ്മളെക്കാൾ ബുദ്ധി കൂടിയിട്ടോ കുറച്ചിട്ടോ അറിയില്ല ഇതില് പിടിച്ച് പറയാം. പറവകൾ പറയാണ്, അവർക്ക് പെട്ടെന്ന് വിവരം കിട്ടാൻ സാധ്യതയുണ്ടെന്ന്. അതിപ്പോ ഈ ഇടയ്ക്ക് നമ്മുടെ വയനാട് ഒരു ദുരന്തം നടന്നതില് അല്ലേ, അതിൽ ഏറ്റവും കൂടുതൽ മുന്നേ അവർക്ക് അറിയാൻ പറ്റിയത് മൃഗങ്ങൾക്കും പക്ഷികളും എല്ലാം, പട്ടി പട്ടിയൊക്കെ വളരെ ഭൂമിയുടെ ചലനങ്ങൾ എല്ലാം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഭവങ്ങളാണ്. അവര് ഇപ്പൊ ഇവിടെ തന്നെ 2 പേരുണ്ട്. ഞാൻ വരുമ്പോ കണ്ടല്ലോ 3-4 രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊരു ഭൂമി ദേവിയുടെ സംഭവമാണ്. കറക്റ്റ് ഒരു ഭൂമി അത് ചലിക്കില്ലത്, ഇത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പൊ ഈ ഭൂമി ദേവി ഇന്നിപ്പോ പറയാണ്, 4 യുഗം ഞാൻ കണ്ടു, യുഗങ്ങൾ 4 ഞാൻ കണ്ടു. ഇവിടെ മരിച്ചു സത്യവും നീതിയും, ഇവിടെ ജനിക്കുന്ന മർത്യജന്മങ്ങളിൽ ഇവിടെ മരിക്കുന്നു രക്തബന്ധങ്ങളും. രക്തം തിളപ്പിച്ചും മറന്നൊലിപ്പിച്ചും രക്തബന്ധങ്ങളെ അറ്റുവീഴിപ്പിച്ചും ചുറ്റും ചിറകടിച്ചു പാറിപ്പറക്കുന്ന കഴുകന്റെ കയ്യിൽ പോയി ഞാൻ. ഭൂമിയിലേക്ക് പറയണം, ഇവിടെ വീഴുന്ന ഈ കണ്ണീർ കണങ്ങളും ഇവിടെ പറന്നൊലിക്കുന്ന രക്തപ്പുഴകളും എന്നുണ്ട്. അമ്മ തൻ നൊമ്പരം മാററിയാൻ, അമ്മ തൻ കണ്ണുനീർ അടുത്തുടയ്ക്കാൻ, ഉള്ളിന്റെ ഉള്ളിലെ നെഞ്ചുപൊട്ടലോടെ ഉള്ളിലെ ജ്വാലയായി മാറുന്നു ഞാൻ. സത്യവും നീതിയും വൃത്തിയും ശുദ്ധിയും കൃത്യവും നിഷ്ഠയും ചിട്ടയും നഷ്ടമായി, ഇതെല്ലാം നഷ്ടമായി. കണ്ടു കരയുമ്പോൾ കണ്ണീര് വീഴുന്നു തൊരാമഴ, കണ്ണീര് വീഴുമ്പോൾ കയം നിറയുന്നു. പ്രകൃതി വികൃതി കാണിക്കുന്ന പറയണതാണ്. കണ്ടു കരയുമ്പോൾ കണ്ണീര് വീഴുന്നു, കണ്ണീര് വീഴുമ്പോൾ കയം നിറയുന്നു. പിന്നെ ഭൂമിദേവി ചോദിക്കുകയാണ് നമ്മളോട്, അഗ്നിയും വായുവും നിങ്ങൾക്ക് നൽകി ഞാൻ, വെള്ളവും വെളിച്ചവും നിങ്ങൾക്ക് നൽകി ഞാൻ, ആയുസും തേജസ്സും നിങ്ങൾക്ക് നൽകി ഞാൻ, എന്നിട്ടെന്താ നിങ്ങൾ നേരെ ഭാഗത്തുനിന്ന് കഴിക്കണം. അവസാനം ഒരു താക്കീത് കൊടുക്കുന്നുണ്ട്, അമ്മതൻ കയ്യൊന്ന് പറച്ചാൽ അതാ അവിടെ ഉണ്ടായത്. അമ്മതൻ കണ്ണൊന്ന് നിറഞ്ഞാൽ, അമ്മതൻ നെഞ്ചൊന്ന് പിടഞ്ഞാൽ, അമ്മതൻ മനമൊന്നു നൊന്താൽ, അറിയാതെ അമ്മ പൊട്ടിത്തെറിച്ചാൽ, അറിയാതെ അമ്മ പൊട്ടിക്കരഞ്ഞാൽ, അതിലെന്റെ മക്കൾ പിടഞ്ഞു വീഴുന്നു, അതിലെന്റെ മക്കൾ പിടഞ്ഞു മരിക്കുന്നു. അരുതെന്ന് പറയാനേ അറിയുമെങ്കിലും അരുതാത്തൊന്നും ചെയ്തല്ലേ.
വളരെ അർത്ഥവത്തായിട്ടുള്ള വാക്കുകൾ അല്ലേ? ഭൂമിദേവി നമ്മൾ മനുഷ്യരോട് പറയുന്ന ആ ഒരു, അതായത് ഉണ്ണിയേട്ടൻ വായിച്ചെടുത്തിട്ടുള്ള ആ ഒരു സംഭവം എന്ന് പറയുന്നത് ഇന്ന് നാട്ടിൽ നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. ആ വരികൾ അത്രയും മനോഹരമായിട്ടുള്ള വരികളാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അഗ്നി, വായു, ജലം ഇവയൊക്കെ പണ്ടത്തെ ആൾക്കാരെ ആരാധിച്ചിരുന്നത്. അതെ അതെ അതെ. ഒന്നും ഇല്ലാണ്ടായി കഴിഞ്ഞപ്പോ ആകെ ഇത് കാടമുട്ടയും കോഴിമുട്ടയൊക്കെ വെച്ചിട്ടുള്ളൊരു സംഭവമാണ്. കാടമുട്ട, കോഴിമുട്ട, പേനയുടെ കൊമ്പ്, പേനയുടെ എക്സ്റേ പേപ്പറൊക്കെ വെച്ചിട്ടുള്ള മുട്ട, കോഴിമുട്ടയുടെ തോട് വെച്ചിട്ട് നിർമ്മിച്ചിട്ടുള്ളതാണ് അല്ലേ? സംഭവം ഗംഭീരമായിട്ടുണ്ട് അത്. അപ്പൊ നമുക്കൊരു 4 വരി കേട്ടാലോ? ഇത് ശരംകുത്തിയാൽ അവിടെ ഉണ്ട്. ആലിന്റെ ഒരു സംഭവം, ഇതൊരു പ്രേമകഥയാണ്. ശരംകുത്തിയാൽ എന്ന് പറയുമ്പോൾ അത് മാളികപ്പുറത്തമ്മയുടെ ഒരു സംഭവമാണ്. അപ്പൊ അതിന് പാട്ട് എഴുതിയിട്ടുണ്ട് അല്ലേ? അത് മാളികപ്പുറത്തമ്മ ഇന്നും കാത്തിരിക്കുകയാണ്. ഇന്നത്തെ പെൺകുട്ടികൾ അങ്ങനെ കാത്തിരിക്കുമല്ലോ. അല്ല. അപ്പൊ അതിനെപ്പറ്റി, ശരംകുത്തിയാലിനെ പറ്റിയിട്ടും ഒരു പാട്ട് മാളികപ്പുറത്തമ്മയുടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അതിന്റെ മുകളിലുള്ളതേ ശിവലിംഗം, അത് വന്നിട്ട് തേങ്ങ മുകളിലിരിക്കുന്ന ഫുൾ തേങ്ങ, തേങ്ങ മുച്ചകിരി, അതിന്റെ താഴെ ക്ലോക്കിന്റെ റൗണ്ട്, അപ്പുറത്തിരിക്കുന്ന ഉടുക്ക് ചിരട്ട, എക്സ്റേ പേപ്പർ സൈഡ്. ഇത് അർജുനന്റെ രഥം അല്ലേ? അർജുനനും ശ്രീകൃഷ്ണൻ നിൽക്കുന്ന പണ്ടത്തെ അർജുനനും ശ്രീകൃഷ്ണനല്ല, ഈ കലിയുഗത്തിലെ അർജുനനും ശ്രീകൃഷ്ണനാണ്. അതായത് ഇന്നിപ്പോ ഒരു വാക്കിന് ബസ്സില്ല, മാറിപ്പോയി. അങ്ങനെ അതിന് ഒരു പാട്ട് എഴുതിയിട്ടുണ്ട്. കലിയുഗമല്ലേ കണ്ണാ, കള്ളച്ചിരിയല്ലേ നിന്റെ കണ്ണാ, കാണുന്നതെല്ലാം കേൾക്കുന്നതെല്ലാം കാപട്യമല്ലേ കണ്ണാ. അതായത് അന്ന് അർജുനൻ നീ ധർമ്മത്തിന് വേണ്ടി യുദ്ധം ചെയ്തു എന്ന് പറഞ്ഞപ്പോ അർജുനൻ അത് ചെയ്തു, ശ്രീകൃഷ്ണന്റെ വാക്ക് വിശ്വസിച്ചു. ഇന്നിപ്പോ ശ്രീകൃഷ്ണൻ ചിരിച്ചോണ്ട് പറയാണ്, കലിയുഗത്തിൽ പറഞ്ഞുകൊണ്ട് നീ അങ്ങോട്ട് ചെയ്തോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ അർജുനൻ ആകെപ്പെട്ടു, ആ വിശ്വാസം നഷ്ടപ്പെട്ടു. അതിനെ പറ്റിയുള്ള ഒരു പാട്ടാണത്. ഇത് യേശുക്രിസ്തു നാളികേരവും ചകിരിയൊക്കെ വെച്ചിട്ട് കംപ്ലീറ്റ് സംഘിന്റെ സാധനങ്ങള്, കംപ്ലീറ്റ് സംഘ. അതിന്റെ അടിയിലിരിക്കുന്ന ലാസ്റ്റ് സപ്പർ ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ, കഴിഞ്ഞിട്ടില്ല, ഫിനിഷിംഗ് ലാസ്റ്റ് സപ്പർ. മറ്റേ യേശുവിന്റെ പാട്ട് നല്ല പാട്ടാ. ജെറുസലേമിൽ പിറന്ന ദേവാ, കനിയും അഭയമെന്നാദാ, കുരിശിലുരയുമൻ ദേവാ, കൂടെയണയുഗനാഥ, ജെറുസലേമിൽ പിറന്ന ദേവാ. കലകിയത്. ഇത് ഞാനിപ്പോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഗീതോപദേശത്തിന്റെ ഒരു പിക്ചറാണത്. സീറ്റിംഗ്സ് ഒക്കെ ഒട്ടിച്ച് റെഡി ആയിക്കൊണ്ടിരിക്കണുള്ളൂ. പരിപാടി കഴിയണുള്ളൂ അല്ലേ? അത് സൂപ്പർ ആയിട്ടുണ്ട്. ഇനിയും കുറച്ച് തീരാനുണ്ട്. ശരിക്കും അത് ഒരു ഒറിജിനൽ പോലെ തന്നെ ഉണ്ട്. അത്രയും അതിമനോഹരിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ കുറെ ദിവസങ്ങൾ വരും. കണിക്കൊന്നനെ കുറിച്ചിട്ടുള്ള വരികളാണ് അല്ലേ? അതുകൂടി നമുക്കൊന്ന് കേൾക്കാം. അതിമനോഹര വരികൾ.
സൂപ്പറായിട്ട് ഒരു രക്ഷയില്ല പാട്ട്, വരികളും സൗണ്ട് അടിപൊളി. മണമില്ല മഞ്ഞ നിറമെങ്കിലും മഞ്ഞ പട്ടിനോടൊപ്പം മണമില്ല മഞ്ഞ നിറമെങ്കിലും മഞ്ഞ പട്ടിനോടൊപ്പം മണിവർണ്ണനെ കണി കണ്ടുണരാം മനസ്സിന്റെ മോഹമല്ലേ മണിവർണ്ണനെ കണി കണ്ടുണരാം മനസ്സിന്റെ മോഹമല്ലേ മനസ്സിന്റെ മോഹമല്ലേ കണ്ണി കണി കാണാൻ കണി കണ്ടുണരുവാൻ കണി കൊന്ന പൂക്കളൊരുങ്ങി. അടിപൊളി, ഒരു രക്ഷയില്ല, സൂപ്പർ. കാതിലാരോ വന്നിരിക്കൂ കണ്ണനോ കാത്തു കാതിലാരോ വന്നിരിക്കൂ കണ്ണനോ കാത്തു കൊഞ്ചിച്ചിരിച്ചും കൊഞ്ചിക്കുഴഞ്ഞും കിളിനാനായൊരുങ്ങി എന്റെ കണ്ണനെ കാണാൻ കൊഞ്ചിച്ചിരിച്ചും കൊഞ്ചിക്കുഴഞ്ഞും കിളിനാനായൊരുങ്ങി എന്റെ കണ്ണനെ കാണാൻ കണ്ണനെ കണി കാണാൻ കണി കണ്ണുണരുവാൻ കണി കൊന്ന പൂക്കളൊരുങ്ങി കാർമേഘവർണ്ണനെ കണ്ടുണരാൻ കണ്ണു ചിന്നി കൊന്ന പൂക്കൾ കണ്ണു ചിന്നി കൊന്ന പൂക്കൾ കണ്ണനെ കണി കാണാൻ കണി കണ്ണുണരുവാൻ കണി കൊന്ന പൂക്കളൊരുങ്ങി. അടിപൊളി, മനോഹരമായിട്ടുണ്ട് പാട്ട്. കണിക്കൊന്ന പാടുന്നാണ് കണിക്കൊന്ന പാടുന്നത്, ആ വരികൾ എഴുതി അതിന് അത് അതിമനോഹരമായിട്ടുള്ള വരികൾ എഴുതി അതിന് മ്യൂസിക് കൊടുത്ത് അത് സ്വന്തമായിട്ട് മ്യൂസിക് ചെയ്ത് അതിനെ ആലപിച്ചതാണ് നമ്മളിപ്പോ കേട്ടത്. എത്ര മനോഹരമാണ്. ഇതേപോലെയുള്ള കലാകാരന്മാര് ശരിക്കും എന്താ പറയാ, ജനങ്ങൾ അറിയണം, ലോകം അറിയണം, അല്ലേ? ഇന്നേട്ടാ അവതരിപ്പിക്കുന്നു, അതും കൂടി ആവാം. കാളിയമർദ്ദനം അല്ലേ? അപ്പോ ഇതിന്റെ വരികൾ എഴുതി ഇതിനെ മ്യൂസിക് ചെയ്ത് കാളിയമർദ്ദനമാടിയ പാദങ്ങൾ കാണാൻ കൊതിക്കുന്നു ഞങ്ങൾ യമുനാ തീരത്തെ പുല്ലാങ്കുഴൽ കേൾക്കാൻ കൊതിക്കുന്നു ഞങ്ങൾ കാളിയമർദ്ദനമാടിയ പാദങ്ങൾ കാണാൻ കൊതിക്കുന്നു ഞങ്ങൾ യമുനാ തീരത്തെ പുല്ലാങ്കുഴൽ കേൾക്കാൻ കൊതിക്കുന്നു ഞങ്ങൾ.
മഞ്ഞപ്പട്ടുടുത്തൊരുങ്ങിയ മണിവർണ്ണ കണ്ണനെ കൈപ്പിടി ചൂടിയ മരകത വർണ്ണനെ മഞ്ഞപ്പട്ടുടുത്തൊരുങ്ങിയ മണിവർണ്ണ കണ്ണനെ കൈപ്പിടി ചൂടിയ മരകത വർണ്ണനെ കാണാൻ കൊടുക്കും ഗോക്കളെ മേച്ചു നടക്കുന്ന കണ്ണനെ ഗോപികമാരത്തു കളിക്കുന്ന കണ്ണനെ ഗോക്കളെ മേച്ചു നടക്കുന്ന കണ്ണനെ ഗോപികമാരത്തു കളിക്കുന്ന കണ്ണനെ കാണാൻ കൊതിക്കും കാണാൻ കൊതിക്കും പുഞ്ചിരി തൂകുന്ന കാമുകിൽ വന്നനെ പുല്ലാങ്കുഴലൂതുന്ന കോടക്കാവന്നനെ പുഞ്ചിരി തൂകുന്ന കാമുകിൽ വന്നനെ പുല്ലാങ്കുഴലൂതുന്ന കോടക്കാവന്നനെ കാണാൻ കൊതിക്കും കാണാൻ കൊതിക്കും കലകി അതിഗംഭീരം. എന്താ എന്താ കഴിവ്, ഒരു രക്ഷയില്ല. ഇങ്ങനെയുള്ള നല്ലൊരു ഗായകൻ, അതുപോലെ തന്നെ ശില്പങ്ങൾ നിർമ്മിക്കുക, ഇതുപോലെ തന്നെ സ്വന്തമായിട്ട് പുസ്തകങ്ങൾ എഴുതുക, 60 പാട്ടുകളോളം രചിച്ച് അതിന് മ്യൂസിക് കൊടുത്ത്, അതായത് ശില്പങ്ങൾക്കനുസരിച്ച് വരികൾ എഴുതുകയും അതിനോടൊപ്പം തന്നെ അതിന് വരികൾക്ക് മ്യൂസിക് നൽകുന്ന അപൂർവ കലാകാരനെ നമ്മൾക്ക് കാണാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ഉണ്ണിയേട്ടാ, എന്തായാലും ഞാൻ ഇത്ര വിചാരിച്ചില്ല. എന്താ അതിമനോഹരം. എന്തായാലും ഇനി നിങ്ങളാണ് ഇതിനെ എന്താ പറയാ
അദ്ദേഹത്തിന് കൊടുക്കേണ്ട മെസ്സേജുകളൊക്കെ നിങ്ങൾ കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമന്റിൽ ഇടുക. ഇദ്ദേഹത്തിനെ മാക്സിമം നമ്മൾ പ്രോത്സാഹിപ്പിച്ച് കേരളം അറിയുന്ന അല്ലെങ്കിൽ ഇന്ത്യ അറിയുന്ന വലിയൊരു മനുഷ്യനായിട്ട് നമുക്ക് മാറ്റാം. എന്തായാലും ഒരുപാട് സന്തോഷം കേട്ടാ. നിങ്ങളുടെ വിലപ്പെട്ട സമയം നമ്മൾക്കായിട്ട് സമ്മാനിച്ചതിൽ താങ്ക് യു. ശരി.